നമസ്കാരം. ശ്രീ ഷാജഹാൻ, ഈ CPM കേരളത്തിൽ ഇപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത തരത്തില് മുമ്പ് പല തെരഞ്ഞെടുപ്പുകളിലും തോൽവി CPM ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് കയറിയിട്ടുമുണ്ട്. പക്ഷെ ഈ തോൽവി എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രധാന കാരണക്കാരൻ അത് പാർട്ടിയിലല്ല, വ്യക്തിയിലേക്ക് പോവുകയാണ് പരാജയത്തിന്റെ കാരണക്കാരനായിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇനി ഇപ്പോൾ തരണം ചെയ്ത് കയറുക എന്ന് പറയുന്നത് അല്പം അസാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ? CPM കുറിച്ച് അടിമുടി താങ്കൾക്ക് അറിയാവുന്ന ആളുമാണ്. അതിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രധാനമായിട്ടും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് മുതൽ തന്നെ ഈ ഗവൺമെന്റിനെതിരായിട്ടും പാർട്ടിക്കെതിരായിട്ടും പിണറായിക്കെതിരായിട്ടും ഒക്കെ തന്നെ വലിയ വിമർശനങ്ങൾ പൊതുമണ്ഡലത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ ഞാനൊക്കെ തന്നെ കഴിഞ്ഞ 2.5 വർഷക്കാലമായി നിരന്തരം ഈ ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും തെറ്റുകൾക്കെതിരായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ പ്രതികരണമൊക്കെ നമ്മൾ നടത്തുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ആ പ്രതികരണങ്ങൾ ശരിയോ തെറ്റോ എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. അത് സബ്ജക്റ്റീവായി ഒരു വിഷയം വന്നു, ആ വിഷയത്തിനെതിരെ പ്രതികരിച്ചു. പക്ഷെ പ്രതികരിച്ചെന്ന് പറയുമ്പോഴും ആ പ്രതികരണം ശരിയാണോ തെറ്റാണോ എന്നുള്ള അളക്കാൻ നമുക്ക് കഴിയുന്നില്ല. സിദ്ധാർത്ഥന്റെ മരണം വന്നു. സിദ്ധാർത്ഥന്റെ മരണം വന്നപ്പോഴത്തേക്കും പൊതുമണ്ഡലത്തിൽ വലിയ തോതിൽ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കിയതൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വിഷയം വരുന്നു, അല്ലെങ്കിൽ വീണാ വിജയന്റെ വിഷയം വരുന്നു. അപ്പൊ തന്നെ പൊതുമണ്ഡലത്തിൽ CPM വല്ലാതെ ഒറ്റപ്പെട്ടു പോയി, പിണറായി വിജയൻ വല്ലാതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും അത് ജനങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് അറിയാൻ നമുക്കൊരു വഴിയുണ്ടായിരുന്നു. നമുക്കറിയാം പൊതുമണ്ഡലത്തിൽ ഇത് വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് അറിയാമെങ്കിലും അത് വളരെ സബ്ജക്റ്റീവായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ് സംഭവിച്ചത്? ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങള് ഈ സർക്കാരിനെയും പാർട്ടിയെയും പിണറായി വിജയനെയും എങ്ങനെയാണ് കണ്ടത് എന്നുള്ളതിന്റെ അതിന്റെ ഒരു കൃത്യമായ റിസൾട്ട് വന്നു. മനസ്സിലായി? ഇപ്പൊ 2019 നമുക്കറിയാം. 2019 പിന്നെ ശബരിമല ഒരു വലിയ ഇതായിരുന്നു. പിന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നു പറഞ്ഞിട്ട് വളരെ അനുകൂലമായിട്ടുള്ള പ്രകടമായിട്ടുള്ള 2 ഘടകങ്ങൾ UDF അനുകൂലമായിട്ടുണ്ടായി. എന്നാൽ ഇത്തവണ വളരെ നോർമലായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇതാണ്. ഒന്നും ഈ പറഞ്ഞ പോലെ അങ്ങനെ വലിയ, ഞാനൊക്കെ പിണറായി വിരുദ്ധ തരംഗം ആഞ്ഞടിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് വളരെ സബ്ജക്റ്റീവായിരുന്നു. ഇപ്പം ഈ ശബരിമല പോലെയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പോലെയോ ഒന്നും പ്രകടമായിട്ടുള്ള ഒരു LDF വിരുദ്ധ സാധനങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. 3ാം വട്ടവും മോദി തന്നെ എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിച്ചു, ഏതാണ്ട് അങ്ങനെയൊക്കെയാണ്. അപ്പം പക്ഷേ റിസൾട്ട് എന്താ കൊണ്ടുവന്നത്? റിസൾട്ട് കൊണ്ടുവന്നത് അതിഭീകരമായിട്ടുള്ള പിണറായി വിരുദ്ധ വികാരമുണ്ട് എന്നതാണ് തെളിയിച്ചത്. അതിന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ 3 ലക്ഷം. ഇപ്പം രാഹുൽ ഗാന്ധിക്ക് 3.5 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒന്ന് മാറ്റി നിർത്താം. പക്ഷെ അബ്ദുൾ സമദാനിക്ക് 2 ലക്ഷം. ഇപ്പൊ സുധാകരനെ പോലെ ഏറ്റവും ഈ പറഞ്ഞതുപോലെ ഒട്ടും കാര്യക്ഷമത ഇല്ലാതിരുന്ന ഒരു മനുഷ്യൻ തോൽക്കുമെന്ന് കരുതിയ അയാള്, അതുപോലെ തന്നെ പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും ജയിക്കും എന്നാരും കരുതിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ ഹൈബി ഈടെന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, കാൽക്കാശ് കൊള്ളാത്തൊരു ചെറുപ്പക്കാരന് 2.5 ലക്ഷം വോട്ടിന്റെ മുന്നിൽ. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് വലിയ തോതിലുള്ള എതിർപ്പ്, അറപ്പ്, വെറുപ്പ്, രോഷം, പ്രതിഷേധം ഇതൊക്കെ പിണറായി വിജയനെതിരായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ല, അങ്ങനെ പറയുമ്പോൾ പിണറായി തിരുത്തി കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്ക് പഴയ ലെവലിലേക്ക് വരാൻ കഴിയും എന്നാണോ അപ്പൊ ഷാജഹാൻ കരുതുന്നത്? കാരണം പിണറായിയെ മാറ്റി നിർത്തുന്നു, അല്ലെന്നുണ്ടെങ്കിൽ പിണറായി തിരുത്തുന്നു. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് തിരിച്ചുവരവുണ്ടാവും. അല്ല, അത് ആ ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന എതിർ വികാരങ്ങളുടെ മുഴുവൻ കുന്തമുന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ചെയ്തികളാണ് ഈ പാർട്ടിയുടെ ജീർണതയ്ക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ഒരു 2.5 വർഷക്കാലത്തെ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ ഈ 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളുടെയും പ്രഭവ കേന്ദ്രവും കുന്തമുനയും പിണറായി വിജയൻ. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കെടുത്താലും റോഡർ കള്ളക്കടത്തെടുത്താലും മാസപ്പടി കേസെടുത്താലും പിന്നെ IA ക്യാമറയുടെ വിഷയം, ഇത് എല്ലാത്തിലും തന്നെ പിണറായി വിജയന്റെ തെറ്റായിട്ടുള്ള നടുപ്പം, പിന്നെ മറ്റേ നവകേരള സദസ്സിന്റെ വിഷയം എടുത്താലും
എന്തെടുത്താലും അത് തെറ്റായതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയൻ. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും ഇതുപോലുള്ള തെറ്റായ നടപടികൾ ഇപ്പൊ വരുമ്പോഴത്തേക്കും മുഖ്യമന്ത്രിയാണ് മാറുന്നത്. ഇപ്പൊ 2004 19 സീറ്റ് LDF-നും 1 സീറ്റ് UDF-നും കിട്ടിയപ്പോഴത്തേക്കും അങ്ങനെ കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഏകാന്നി ആയിരുന്നില്ല. എന്നിട്ടും അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തിരിച്ചടി ഉണ്ടായാൽ അതിന്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മാറേണ്ടത് ഭരണത്തലം. അതാണ് ഇതുവരെ ഉണ്ടായത്. CPM-ലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പ്രതീക്ഷിക്കാം. അല്ല, ഞാൻ അതിലേക്ക് വരാം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി CPM-നുണ്ടായിരിക്കുന്ന തിരിച്ചടി, ആ തിരിച്ചടി കൃത്യമായി വോട്ടിന്റെ ഇതിൽ വന്നു. അതിലുപരി നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ തന്നെ CPM-ന്റെ വോട്ട് BJP-ക്ക് പോകുന്നു എന്നുള്ള വിഷയവും കൂടെ വന്നു. എന്നാൽ ഇവിടെയുള്ള പ്രത്യേകത എന്താ വിജയ്? ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടുത്തെ എല്ലാ വൃത്തികേടുകൾക്കും ജീർണതയ്ക്കും CPM നയിച്ചു പോകുന്നതിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്നും മാറി എന്ന് പറയുന്നത് തന്നെ ഒരു 99% പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചിലപ്പം കാരണമായേക്കാം. പക്ഷേ അയാൾ മാറാൻ 1% സാധ്യത പോലും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വലിയ തിരിച്ചടി ഉണ്ടായിട്ടും അയാൾ മാറുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് മൊത്തമായി തന്നെ ഇത് ഇല്ലാതാകാനുള്ള ഒരു സാധ്യതയുടെ പ്രതിഫലനമായിട്ട് വേണം നമ്മൾ ഇപ്പോഴത്തെ സംഭവങ്ങളെ കാണാനെന്നാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ BJP പലയിടങ്ങളിൽ CPM കോട്ടകളിലൊക്കെ ഒരു കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട്. അപ്പോൾ BJP-ക്ക് ഉണ്ടായിരിക്കുന്ന ഒരു സന്തോഷം അത് സ്ഥായി ആയിരിക്കത്തില്ല എന്നാണ് അർത്ഥം. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു. അതായത് 2 തരത്തിൽ വോട്ടുകൾ കൂടാം. ഒന്നെന്ന് പറയുന്നത് ആന്റി ഇൻകുംബൻസ് കൊണ്ട് വോട്ട് കൂടാം. അതായത് അധികാരത്തിൽ ഇരിക്കുന്നവരോടുള്ള വിരോധം, പ്രതിഷേധം, എതിർപ്പ് കൊണ്ട് വോട്ട് കൂടാം. 2, പോസിറ്റീവായിട്ട് വോട്ട് കൂടാം. പോസിറ്റീവായിട്ട് വോട്ട് കൂടുന്നത് എങ്ങനെയാണ്? ഗവൺമെന്റിന്റെ ജനവിരുദ്ധതയ്ക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ച്, മനസ്സിലായോ, അവരെ മൊബിലൈസ് ചെയ്ത്, മനസ്സിലായോ, അങ്ങനെ 2 രീതിയിൽ വോട്ട് കൂടാം. അതിൽ രണ്ടാമത് പറഞ്ഞതാണ് സ്ഥായിയായി നിലനിൽക്കുന്ന വോട്ട് വർധന എന്ന് പറയും. മറ്റതെന്ന് പറയുന്നത് വന്ന പോലെ തന്നെ പോകാം, താൽക്കാലികം വന്ന പോലെ തന്നെ പോകാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ BJP-ക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന ഈ നേട്ടം സ്ഥായി ആകണമെന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് പിണറായി വിജയൻ ഉണ്ടാവണം, ഒന്ന്. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പിന്നെ പിണറായി വിജയന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധവും പ്രതിരോധവും ആളുകളെ മൊബിലൈസ് ചെയ്തും ഒക്കെ ചെയ്യാം. അങ്ങനെ എത്രത്തോളം ഇവർക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ അവർക്ക് കിട്ടിയിരിക്കുന്നത് അവരുടെ ഇപ്പം ഇവർക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് വർധനയിൽ അവരൊരു ക്രെഡിറ്റ് എടുക്കുന്നതിൽ ഒരർത്ഥവും ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ശോഭാ സുരേന്ദ്രന്റെ കാര്യം തന്നെ, ശോഭാ സുരേന്ദ്രൻ ഒരു മിലിറ്റന്റ് ആയിട്ടുള്ള ഒരു ലേഡി ആണെന്നൊക്കെ പറഞ്ഞാൽ പോലും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ കിട്ടിയ വോട്ട് അവരുടെ പ്രവർത്തനത്തിന്റെ മറ്റും കൊണ്ടൊന്നുമല്ല. ഒന്ന്, ആറ്റിങ്ങൽ മുരളീധരന് കിട്ടിയത് പ്രവർത്തനത്തിന്റെ മറ്റും കൊണ്ടൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നു പറഞ്ഞിട്ട് സുരേന്ദ്രൻ ഇങ്ങനെ 45 ഇത് വിടുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് അവിചാരിതമായി ഇത് ശരിക്കും പിണറായിക്ക് നന്ദി പറയുക എന്നുള്ളതാണ് ഇവർ യഥാർത്ഥത്തിൽ. അല്ല, സുരേഷ് ഗോപി വിജയിച്ചതിലൊന്നും സുരേന്ദ്രനൊന്നും വലിയ ക്രെഡിറ്റ് അവകാശപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ സുരേഷ് ഗോപിയുടെ തന്നെ പ്രത്യേകത എന്താ വിജയനാഥ്? സുരേഷ് ഗോപി ഞാൻ പറഞ്ഞല്ലോ 2 തവണ തോറ്റു. 2 തവണ തോറ്റിട്ട് സുരേഷ് ഗോപി അവിടെ തന്നെ നിന്നു. അയാൾക്ക് കിട്ടിയ കാശ് മുഴുവൻ അയാൾ അവിടെ ചെലവഴിച്ചു. അയാൾക്ക് പിന്നെ ഒരുപാട് അഡ്വാൻറ്റേജ് വരെ ഉണ്ടായിട്ടുണ്ട്. അയാൾ സിനിമാ നടൻ എന്നുള്ളൊരു സാധനം ഉണ്ടായി, സ്ത്രീകളുടേത് ഉണ്ടായി, മറ്റ് ജനവിഭാഗങ്ങൾ, ക്രിസ്ത്യാനികൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അതുപോലെ തന്നെ ഇപ്പം ഏലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 80,000-ൽ നിന്ന് 1,80,000 അവിടെ ഒരു വനിത നിന്നു. ആലത്തൂര് അവരെന്തോ സരസു എന്ന് പറഞ്ഞ സ്ത്രീ, അവരുടെ വ്യക്തിപ്രഭാവവും വളരെ പ്രധാനമായിരുന്നു അവിടെ. കരുവന്നൂർ കിടക്കല്ലേ? ആണല്ലോ. മോദി നേരിട്ട് സരസുവിനെ വിളിച്ച് കരുവന്നൂർ പ്രശ്നം അന്വേഷിക്കുന്നതൊക്കെ പിന്നെ ആ ടെലിഫോൺ സംഭാഷണം സമൂഹ മാധ്യമങ്ങളിൽ. അപ്പൊ അവർക്കും അപ്പൊ ഇതെല്ലാം വ്യക്തിഗതമാണ് പലതും, മനസ്സിലായോ? BJP-ക്ക് ഇപ്പം സന്തോഷിക്കാമെങ്കിലും ആ സന്തോഷം സ്ഥായി ആവാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നൊന്നും നമുക്കിപ്പോ പറയാൻ പറ്റില്ല. എന്തായാലും ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് ഒരു മലവെള്ളപ്പാച്ചില് പോലെ കയറിയിരിക്കുന്ന വോട്ടുകളാണ്. ആ വോട്ടുകൾ ശരിക്കും CPM-ന്റെ വോട്ടുകളാണ്. ആ വോട്ടുകൾ
ഒരു പക്ഷേ അവിടെ നിന്നേക്കാം, പ്രൊവൈഡഡ് CPM മാറ്റം ഉണ്ടായില്ലെങ്കിൽ എന്ന് മാത്രമേ നമുക്കിപ്പോ പറയാൻ പറ്റൂ. അപ്പം ഈ CPM ഇനി ഇപ്പൊ തിരുത്താൻ പോകുന്നത് സാറിന് അവരുടെ പതിവ് രീതിയുണ്ടല്ലോ, ഒരു വിലയിരുത്തൽ, ഇന്ന മണ്ഡലങ്ങളിൽ ഇത്ര ശതമാനം വോട്ട് ചോർച്ച ഉണ്ടായിട്ടുള്ളൂ, കഴിഞ്ഞ തവണത്തേക്കാൾ ഇന്നിടത്ത് നമുക്ക് പെർസെൻറ്റേജ് വർദ്ധിച്ചു, ഇങ്ങനെ ഒരു പതിവ് വിലയിരുത്തൽ ഇത് അവസാനിക്കും എന്നാണോ പ്രതീക്ഷിക്കാവുന്നത്? അല്ല, അങ്ങനെ അത് അവസാനിക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത്തവണ. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ CPM-ന്റെ അടിത്തട്ടിൽ വലിയ തോതിലുള്ള അതൃപ്തി വളരുകയായിരുന്നു എന്നുള്ളതിന് ഒരുപാട് സൂചനകളുണ്ട്. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു CPM സർക്കാരും ഇത്രയും തരം താണിട്ടില്ല, നാണം കിട്ടിട്ടില്ല. CPM-ന്റെ ചരിത്രത്തിൽ ഒരു CPM മുഖ്യമന്ത്രിക്കെതിരെയും ഇത്രയും ഭീകരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളും തെളിവുകളും ഉണ്ടായിട്ടില്ല. CPM-ന്റെ ഇതുവരെയുള്ള ഒരു മുഖ്യമന്ത്രിയുടെയും കുടുംബം ഇതുപോലെ അഴിമതി ആരോപണങ്ങളിൽ പെട്ടിട്ടില്ല. CPM-ന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ഗവൺമെന്റ് ഇത്രയും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ വന്നു വീണിട്ടില്ല. CPM-ന്റെ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റ് ഇതുപോലെ ഈ അവരുടെ കോർ വോട്ടർമാരുടെ അതൃപ്തി പിടിച്ചു വാങ്ങിയിട്ടില്ല. CPM-ന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഇതുപോലെ ഈ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ കാര്യത്തിലൊന്നും ഇത്രയും പിന്നോട്ട് പോയിട്ടില്ല. അതുപോലെ തന്നെ CPM-ന്റെ ഒരു മുഖ്യമന്ത്രിമാരും ഇതുപോലെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിൽ അഭിരമിച്ച് ജീവിച്ചിട്ടില്ല. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായി തന്നെ CPM-ന്റെ അണികളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള അതൃപ്തി എന്ന് പറയുന്നത് അത് സമാനതകളില്ലാത്തതായിരുന്നു. ഒന്ന്. രണ്ട്, CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അവരുടെ വോട്ട് ചോർച്ച UDF-ലേക്കല്ല, മറിച്ച് BJP. ഏറ്റവും വലിയ അവരുടെ പ്രഖ്യാപിത ശത്രുവാണ് BJP. കാരണം BJP-ക്കെതിരായിട്ട് കോൺഗ്രസിനേക്കാൾ ശക്തമായി BJP-ക്കെതിരായിട്ട് പോരടിക്കുന്ന ഒരു പാർട്ടി തങ്ങളുടെ പാർട്ടിയാണ് എന്നാണ് അവർ പറയുന്നത്. ആ പാർട്ടിയിലേക്കാണ് ഇവരുടെ വോട്ട് വലിയ ശതമാനം പോയിരിക്കുന്നത് എന്നുള്ളത് CPM-ന്റെ അടിത്തട്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന അസ്വസ്ഥത വളരെ വലുതായിരിക്കും എന്നുള്ളത് കൊണ്ട് അതിന്റെ റിവർബറേഷൻ മുകളിലേക്ക് വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പ്രതിച്ഛായ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുവേണ്ടി ഒരു മന്ത്രിസഭാ പുനഃസംഘടന പറയുന്നുണ്ട്. ഈ മന്ത്രിസഭാ പുനഃസംഘടന കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഈ മന്ത്രിസഭയിലുള്ള മറ്റു മന്ത്രിമാരെ തന്നെ ആർക്കും വ്യക്തമായിട്ട് അറിവില്ല തന്നെ. അല്ല വിജയൻ, ഇതിനകത്ത് ഇതൊന്നും കൊണ്ട് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഇവർക്ക് തന്നെയാണ് അറിയാം. ഈ മന്ത്രിസഭാ പുനഃസംഘടന എന്ന് പറയുന്നത് എല്ലാ മന്ത്രിസഭകളും തിരിച്ചടി നേരിടുമ്പോൾ ചെയ്യുന്ന ഒരു ചർവിത ചർവണം. പക്ഷെ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് പൂർണ്ണമായും ഇമ്പാക്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ CPM-ന്റെ കാര്യം നമ്മൾ എടുത്തു നോക്കൂ. CPM-ന്റെ 80-കൾ മുതലും 90-കൾ മുതലും 2006-ലെ അച്യുതാനന്ദ മന്ത്രിസഭ വരെയുള്ള CPM-ന്റെ മന്ത്രിമാരെടുത്ത് നോക്കിയാൽ ഒന്നാം നമ്പർ മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. 80, 87, 91 കാലഘട്ടത്തിലെ ഇടതുപക്ഷ മന്ത്രിസഭയിലെ മന്ത്രിമാർ എന്ന് പറഞ്ഞാൽ ചന്ദ്രശേഖരൻ നായർ മുതൽ VV രാഘവൻ മുതൽ, മനസ്സിലായോ, PS ശ്രീനിവാസൻ മുതൽ, ബേബി ജോൺ മുതൽ, മനസ്സിലായോ, സ്റ്റാൾവാർട്സ് ആണ് അന്നുണ്ടായത്. അതിനുശേഷം ഉണ്ടായിരുന്നു അത് തന്നെ. ഈവൻ 2006-ൽ പോലും തോമസ് ഐസക്, EG സുധാകരൻ, KP രാജേന്ദ്രൻ, മനസ്സിലായോ. ആ സ്ഥാനത്ത് നിന്ന് ഇപ്പോ വിജയനാഥ് പറഞ്ഞതുപോലെ ഈ മന്ത്രിമാരുടെ പേരുകൾ പോലും നമുക്കറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയാണ്. ഈ മന്ത്രിസഭയിൽ ഒരു മന്ത്രി പോലും കഴിവ് തെളിയിച്ചിട്ടില്ല, ഒരു മന്ത്രി പോലും. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം ഇയാളുടെ മരുമകനെ മന്ത്രിയാക്കാൻ വേണ്ടി ഇയാള് 2 ടേമിൽ നിഷ്കർഷിച്ചതോടുകൂടി പരിണിതപ്രജ്ഞരായി മന്ത്രിയാകാൻ കഴിയാവുന്ന ഒരു മൂന്ന് ഒറ്റയടിക്ക് പുറത്തേക്ക് പോയിട്ട് എന്ത് സംഭവിച്ചു? ആദ്യം മന്ത്രിയാവുന്നവരാണ് മന്ത്രിസഭയിലേക്ക് വന്നത്. അവരുടെ കഴിവില്ലായ്മ കഴിഞ്ഞ 2.5 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ കഴിവില്ലാത്ത കുറച്ച് ആളുകളെ മാറ്റിയിട്ട് അതിനേക്കാൾ കഴിവില്ലാത്ത കുറച്ച് ആളുകളെ പുതിയതായിട്ട് കൊണ്ടുവരാം എന്നുള്ളതല്ലാതെ ഒരു വിധത്തിലുള്ള ക്വാളിറ്റേറ്റീവ് ചേഞ്ചും ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. ഏറ്റവും കൂടുതൽ ഈ മന്ത്രിസഭയുടെ പ്രതിച്ഛായ തകർത്ത ആളെ മാറ്റുക എന്നുള്ളതാണ് പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട, പിണറായി വിജയനെ മാറ്റുക എന്നുള്ളത് മാത്രമേ പ്രതിച്ഛായ നന്നാക്കാനാണെങ്കിൽ ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ അതാണ് നടക്കാൻ ഒരു സാധ്യതയില്ലാത്ത ഒരു കാര്യം. ഈ CPM-ന്റെ പാർട്ടി സെക്രട്ടറി ഒരു നിഷ്ക്രിയനായി മാറുകയല്ല ചെയ്തിരിക്കുന്നത്. അതാണ് കാണുന്നത് നമ്മളിപ്പോൾ. പണ്ട് ഈ കനാരാര്
പറയുമായിരുന്നു, എടോ അതൊക്കെ പാർട്ടി സെക്രട്ടറി പറയണം, അതൊക്കെ എന്നാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു പറച്ചിലില്ലല്ലോ. അല്ല വിജയൻ, അതിനകത്ത് ഈ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അത് മറ്റ് പാർട്ടികളുടെ സംസ്ഥാന പ്രസിഡന്റോ സംസ്ഥാന സെക്രട്ടറി പോലും അല്ല എന്നുള്ളത് നമുക്ക് വർഷങ്ങളായിട്ട് അറിയാം. ആ സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMS മുതൽ CH കണാരൻ മുതൽ ചടയം കോന്നി മുതൽ പരിണതപ്രജ്ഞരായിട്ടുള്ള ആളുകൾ ഇവിടെ ഇരുന്നിട്ടുണ്ട്. VS അച്യുതാനന്ദൻ ഇരുന്നിട്ടുണ്ട്, നായനാർ ഇരുന്നിട്ടുണ്ട്. അപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പരമാധികാരി, ഏക ഛത്രാധിപതി എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. അത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ മാറുന്നത് വരെ അങ്ങനെയായിരുന്നു. ഉദാഹരണത്തിന് 2006-2011 കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനായിരുന്നെങ്കിലും പിണറായിയും തീരുമാനിച്ച് VS അച്യുതാനന്ദൻ എവിടെ ഒപ്പിടണം എന്ന് പറഞ്ഞ ഫയലിൽ മാത്രമേ VS അച്യുതാനന്ദൻ ഒപ്പിടുകയുള്ളായിരുന്നു. VS-ന്റെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയായിരുന്നല്ലോ. അതിനേക്കാൾ പ്രധാനം പാർട്ടി സെക്രട്ടറിയാണെന്ന കാര്യത്തിൽ തീരുമാനിച്ചിരുന്നത്. അപ്പൊ VS അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഇടതുപക്ഷ മന്ത്രിസഭയുടെ എല്ലാ കാര്യങ്ങളും VS അച്യുതാനന്ദൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് VS അച്യുതാനന്ദന്റെ കാല് കെട്ടിയിട്ടു എന്ന് പറയുന്നത് അത് ശരിയാണെങ്കിൽ പോലും പാർട്ടി സെക്രട്ടറിക്കുള്ള റോള് എന്താണെന്ന് VS അച്യുതാനന്ദൻ അറിയാവുന്ന ആളായിരുന്നു. അപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം പരമാധികാരി പാർട്ടി സെക്രട്ടറി. പക്ഷെ പിണറായി വിജയൻ മാറിയതിനെ തുടർന്ന് ആ അധികാര കേന്ദ്രവും പിണറായി വിജയനിലേക്ക് പോയി. പിണറായി വിജയൻ മാറിയതിനു ശേഷം കോടിയേരി ബാലകൃഷ്ണൻ വന്നു. കോടിയേരി ബാലകൃഷ്ണൻ മാറിയതിനു ശേഷം MP ഗോവിന്ദൻ വന്നു. ഇവര് രണ്ടുപേര് വന്ന സമയത്തും പാർട്ടിയുടെ അധികാരവും സംസ്ഥാന സർക്കാരിന്റെ അധികാരം പോലെ പിണറായി വിജയന്റെ കയ്യിലേക്ക് മാറുന്നതാണ് നമ്മൾ കണ്ടത്. മനസ്സിലായോ? അപ്പൊ ഇന്നത്തെ പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന ഒരാളാണ് ഇന്നത്തെ പാർട്ടി സെക്രട്ടറി. ഏതാണ്ട് ഇതിന് സമാനമായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ എന്നുള്ളത് നമുക്കറിയാം. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് പാർട്ടിയിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ള കാര്യത്തിനൊന്നും യാതൊരു അർത്ഥവുമില്ല. കാരണം പാർട്ടിയിലും ഭാരവാഹികളെ മുഴുവൻ തീരുമാനിക്കുന്നത് പിണറായി വിജയനാണ്. മനസ്സിലായോ? പാർട്ടിക്കകത്ത് ഇലയെങ്കിൽ കഴിഞ്ഞാൽ പിണറായി വിജയൻ അറിയും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ തിരിച്ചടി ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പാർട്ടിയിലോ ഗവൺമെന്റിലോ എന്തെങ്കിലും ഗുണപരമായി ഒന്ന് സംഭവിക്കും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. പാർട്ടിക്കകത്തും ഗവൺമെന്റിലും ഒക്കെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള മാറ്റം വരണമെങ്കിൽ ആ പോസിറ്റീവായിട്ടുള്ള മാറ്റം ഒരൊറ്റയാളെ ആശ്രയിച്ചാണ്. ഇപ്പൊ ഇന്ന് തന്നെ മന്ത്രിമാരുടെ മണ്ഡലത്തിലെ ഭൂരിപക്ഷം ഇന്നിപ്പോ മനോരമയിൽ മുഴുവൻ മന്ത്രി, ഇപ്പൊ പിണറായി വിജയൻ, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന ബാലഗോപാല്, അതുപോലെ തന്നെ ഷംസീർ, അങ്ങനെയുള്ള 2-3 പേരുടെ മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള മണ്ഡലങ്ങളിലെല്ലാം അതിഭീകരമായിട്ടുള്ള ഭൂരിപക്ഷമാണ് UDF-ന്. അല്ലെ, കണ്ണൂരിലെ MP ജയരാജൻ പറഞ്ഞല്ലോ, പാർട്ടി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വോട്ട് ചോർച്ച ഉണ്ടായി, ഇതെല്ലാം BJP-യിലേക്കാണ് പോയെന്നും പിണറായിയുടെ ബൂത്തിൽ പോലും അതുണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെ പുതിയൊരു സംഭവ വികാസം. കാരണം ഇത്രയും പോലും ഇതുവരെ ആരും പറഞ്ഞിരുന്നില്ല. ഇപ്പൊ ഇത് പറയുന്ന എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ പറയാതെ നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് CPM-ൽ നിന്ന് UDF-ലേക്കല്ല വോട്ട് ചോരുന്നത്, മറിച്ച് BJP-യിലേക്കാണ് എന്നുള്ളത്. BJP-യിലേക്ക് വോട്ട് ചോരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോർ വോട്ട് ബാങ്ക് തന്നെ അലിഞ്ഞലിഞ്ഞ് ഉപ്പുകുടത്തിൽ നിന്ന് ഉപ്പ് അലിഞ്ഞില്ലാതാകുന്ന പോലെ അലിഞ്ഞലിഞ്ഞതങ്ങ് ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയും ഇതിനെ പഴയതുപോലെ കണ്ട് ന്യായീകരണം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇത് ഇല്ലാതാകുന്ന പോലെ ബംഗാളിലൊക്കെ ഇല്ലാതായതുപോലെ ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് അടിത്തട്ടിൽ നിന്ന് അവർ നേരിടാൻ പോകുന്ന സമ്മർദ്ദം ഇതുവരെ ഉണ്ടുള്ള ഒരു സമ്മർദ്ദം പോലെ ആയിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകളും ആ നിലയിൽ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിണറായിയെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും തയ്യാറാവും? ആ പൂച്ചക്കാരും പണി കെട്ടും. ഇല്ല, ഇത് വിജയനാഥ്, ഇതിനകത്തുള്ള വിഷയം നമുക്ക് പരമ്പരാഗതമായി അങ്ങനെയൊക്കെ പറയാം. അതിനകത്ത് കുറെ യുക്തിയുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പം നേരിടുന്ന പ്രശ്നം എന്താണ്? ഇപ്പം നേരിടുന്നത് ഇതുവരെ നേരിടാത്ത പ്രശ്നങ്ങളാണ് ഇപ്പം നേരിടുന്നത്. ഇതുവരെ ഒരു കാലത്ത് ഉണ്ടാകാത്ത പ്രശ്നങ്ങളാണ് നേരിടുന്നത്. കാരണം CPM-ന്റെ കോർ വോട്ട് ബാങ്ക് BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യം ആരാണ് ചിന്തിച്ചിട്ടുള്ളത്? അപ്പൊ സ്വാഭാവികമായും അസാധാരണമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് ചെല്ലുമ്പോൾ അസാധാരണമായിട്ടുള്ള നീക്കങ്ങൾ ഈ പാർട്ടിയിൽ ഉണ്ടായാലും അത്ഭുതമില്ല. കാരണം എന്താണ്? ഇത് പിണറായി വിജയനെ ചോദ്യം ചെയ്യലാണോ പ്രധാനം, അതോ പാർട്ടി നിലനിൽക്കലാണോ പ്രധാനം എന്നുള്ള 2 ഓപ്ഷനിലേക്ക് ഇപ്പോൾ വന്നിരിക്കും. സ്വാഭാവികമായും പാർട്ടി നിലനിൽക്കുക എന്നുള്ളതാണ്
ഒന്നാമത്തെ പരിഗണനയായിട്ട് വരുന്നതെങ്കിൽ അതിന് പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത ആണ് പിന്നെ കാണുന്നതെന്നാണ് എനിക്ക് ഇതിൽ തോന്നുന്നത്. ഷാജഹാൻ, എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത് ഈ പണ്ട് പ്രൊഫസർ എം എൻ വിജയൻ പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഈ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് നിങ്ങൾ അറിയുന്നില്ല. ഇത് പറഞ്ഞതിന്റെ പേരില് വിജയൻ മാഷുമായിട്ട് പിണറായി വിജയൻ കൊമ്പ് കോർക്കുക ചെയ്തത് നമുക്കറിയാവുന്ന കാര്യമാണ്. വിജയൻ മാഷ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പിണറായി വിജയന്റെ ഒരു അനുശോചനം തന്നെ എന്തായിരുന്നു? കേരളത്തിലെ മികച്ച ഒരു അധ്യാപകൻ എന്ന് മാത്രമാണ് ഒതുക്കിയത്. അത്രത്തോളം പകരം വീട്ടലായിരുന്നു. അല്ല, അതൊക്കെ തന്നെ അന്ന് പറഞ്ഞ വിമർശനങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എം എൻ വിജയൻ മാഷിന്റെ മാത്രമല്ല, വി എസ് അച്യുതാനന്ദൻ ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങൾ അതൊക്കെ ഇന്ന് ആളുകൾ ചിന്തിക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസാധാരണമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് വരുമ്പോൾ അസാധാരണമായിട്ടുള്ള പിന്നെ എന്താണ് സൊല്യൂഷൻസിലേക്ക് പോകും. പിണറായി വിജയൻ ഇത്തവണ ചോദ്യം ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചത്. കാരണം ചോദ്യം ചെയ്യപ്പെട്ടില്ലെങ്കിൽ പിന്നെ നാളെ ഇല്ല എന്നുള്ള നിലയിലേക്കാണ് പോകും. ഇപ്പം ബംഗാളിലെ കാര്യം ഞാൻ പറഞ്ഞത് എന്താണ്? ബംഗാളിൽ 2011 വരെ 5 തവണ 50% വോട്ട് മേടിച്ചുകൊണ്ട് വന്ന ഒരു സംസ്ഥാനത്ത് ഇപ്പൊ കഴിഞ്ഞ 13 വർഷമായിട്ട് ഒരു MLA പോലും ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇത്തവണ 7 പേര് 7 നിലയിലാണ് 8 നിലയിലാണ് പൊട്ടിയിട്ടുള്ളത്. അപ്പൊ ആ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിന് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ എതിർപ്പ് വന്നേ പറ്റുള്ളൂ. ആ എതിർപ്പ് പയ്യെ ഉയർന്നു വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഉയർന്നു വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ബംഗാളിന്റെ വഴിയെ കേരളത്തിലെ പാർട്ടി പോകും എന്നുള്ളത് 150% ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ തകർച്ച ഈ രീതിയിൽ പോയാൽ തുടരും. ഇനിയിപ്പോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, പിന്നെ നിയമസഭ, ഇതിന്റെ എല്ലാം ദൂരവ്യാപക ഫലം പ്രതീക്ഷിക്കാം. അല്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണ് ഉള്ളത്. പക്ഷെ അത് നമുക്കറിയില്ല, എങ്ങനെയാണത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ വിലയിരുത്തേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്.